എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ കോടമ്പക്കം ടു കൊച്ചി, അതായത് മുൻകാലങ്ങളിൽ നമ്മുടെ മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്, മലയാള സിനിമ ഷൂട്ട് ചെയ്തതും അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ ക്യാമ്പ് ചെയ്യുന്നതും കോടമ്പക്കത്തായിരുന്നു. കോടമ്പക്കം, അതായത് മുൻകാലങ്ങളിൽ മദ്രാസ് എന്ന് പറയുന്ന സിറ്റി ഇപ്പോൾ ചെന്നൈ എന്നറിയുന്നു. ഈ കോടമ്പക്കത്തുള്ളപ്പോൾ, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഈ മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരായ തിക്കുറിശ്ശി സുകുമാരൻ നായർ, നമ്മുടെ പ്രേംനസീർ, സത്യൻ മാസ്റ്റർ, ദെൻ കൊട്ടാരക്കര, ദെൻ ഉമ്മർ, അതുപോലെ പലരും, അടൂർ ഫാസി, ബഹദൂർ, അങ്ങനൊരു നീണ്ട നിരയായിരുന്നു ആദ്യകാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരു ഊർജം കൊടുത്തത്. ഒപ്പം പത്മിനി, രാഗിണി, ശോഭന, സുകുമാരി, ശാരദ, സീമ, ജയഭാരതി, ഇവരൊക്കെ ഇവരോടൊപ്പം ഉണ്ടായി. നല്ല ഒരു ബന്ധം ഇവർക്ക് പരസ്പരം ഉണ്ടായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാലങ്ങൾ മാറിയപ്പോൾ അവസാനം ഈ കോടമ്പക്കത്തിലുണ്ടായിരുന്ന ആ സൗഹൃദങ്ങൾ, ആ സംവിധാനങ്ങളെല്ലാം കൊച്ചിയിലേക്ക് മാറ്റി. അവിടെ ഈ സംഘടനകൾ, ഇതിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് അമ്മ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതിൽ ഇപ്പോഴുള്ള പുതുതലമുറയിൽ, ഇതിനു മുമ്പ് ജസ്റ്റ് ഈ മമ്മൂട്ടി, മോഹൻലാൽ, ആ ഒരു ഗ്രൂപ്പിലൂടെ എല്ലാവരുമായി പല ഭാരവാഹിത്വവും എടുത്തു. ഈവൻ ഇന്നസെൻ്റ്, അവർ ആൾമോസ്റ്റ് എല്ലാവരും, ഈവൻ തിലകനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു പ്രസൻസിലായിരുന്നു ആ സംവിധാനം, അമ്മ എന്ന സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സംവിധാനത്തിൻ്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്ന പല സംഭവങ്ങളും ഉണ്ടായി. അതാരും അത്ര ഹൈലൈറ്റ് ചെയ്ത് വെളിപ്പെടുത്താൻ ആരും സന്നദ്ധല്ല. അങ്ങനെ വെളിപ്പെടുത്തിയാൽ ആ വെളിപ്പെടുത്തുന്നവർ ഒരു ആർട്ടിസ്റ്റാണെങ്കിൽ പിന്നെ അവർക്ക് ഈ സിനിമയിൽ മുഖം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അവിടെ സൈലൻസായിരുന്നു. ദുഷിച്ചിഞ്ഞാറിയ ഒരുപാട് പ്രവണതകൾ അവിടെ ഉണ്ടായി. കഴിവുള്ള ആർട്ടിസ്റ്റിന് ചാൻസ് കിട്ടാതായി. കുറച്ച് എന്തിനും തുണിഞ്ഞ് നടക്കുന്ന ഒരു ചില ആർട്ടിസ്റ്റുമാർ മുകളിലോട്ട് വരാനും സാധിച്ചു. അവസാനം ഇതിന് ഒരു തുടക്കം കുറിച്ചത് ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റിയിൽ കൂടിയാണ്. അറിയാത്ത പല കാര്യങ്ങളും, സിനിമയ്ക്കുള്ളിൽ നടന്ന പല ചീഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും പുറം ലോകം അറിയുന്നത്. അതിൻ്റെ പ്രതിധ്വനികളാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മലയാളത്തിൽ പറയും, ഈ അർഹതയില്ലാത്ത സ്ഥലത്ത് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥാനം കൈയടക്കിയാൽ ഒരിക്കലും അവിടം നേരാകില്ല, തകർന്ന് തരിപ്പണമാകും. പലരും പല തോന്നിയാസവും അവിടെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തു തോന്നിയാസവും കാണിച്ചാലും ഇവിടെ കേൾക്കാനും പറയാനും ആരുമില്ല. സിനിമാ ലോകം തന്നെ ഒരു ചിലരുടെ കയ്യിൽ ഇട്ട് അമ്മാനമാടുന്ന ഒരു സ്റ്റേജിലായി. അങ്ങനെ ആ വ്യവസായം മാക്സിമം തകർന്ന് തരിപ്പണമായ വളരെ ശോചനീയമായ നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത്. മറിച്ച് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ആ ഇൻഡസ്ട്രീസ് ഇന്നും നല്ല രീതിയിൽ നടക്കുന്നു. അവിടെ യാതൊരു കുഴപ്പമില്ല. കാരണം അവർ അവരുടെ തൊഴിലിനെ സ്നേഹിക്കുകയാണ്, അവരുടെ തൊഴിലിനെ അവർ ആരാധിക്കുന്നവരാണ്, ആ തൊഴിൽ അവർ ഡെഡിക്കേറ്റഡാണ്. എന്നാൽ ഇവിടെ അതല്ല. ഏതെങ്കിലും കലാതിലകം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ക്യാമറമാൻ്റെ
മുന്നിൽ ഏതെങ്കിലും ഒരു ഒരു കുട്ടികളുടെ മുഖം കിട്ടിയാൽ അവരെ പിന്തുടരുക. ആ പിന്തുടർന്ന് അച്ഛനമ്മമാരെ കാണുക, അവരെ പ്രലോഭിപ്പിച്ച് സിനിമയിൽ ചാൻസ് കിട്ടുന്ന ഒരു കുട്ടികൾ, അങ്ങനെ പലരും അങ്ങനെ ആയിട്ടുണ്ട്. പലരും അങ്ങനെ ശ്രമിച്ചെങ്കിലും വഴിയിലുമായിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തായിരുന്നാലും ഇന്നത്തെ ഈ അമ്മ എന്ന സംഘടന ചീഞ്ഞ് നാറി നാണക്കേടായി എപ്പോഴും ബഹളവും ഒച്ചപ്പാടും എന്താ പറയുക, വടംവലികളും ഒക്കെയായി ഇന്ന് ആകെ തകർന്ന് തരിപ്പണമായി. അതിൽ കുറേ മുതിർന്ന നടന്മാരും നല്ല റോളല്ല എടുത്തിരിക്കുന്നത്. അവർക്ക് അവരുടേതായ ചില നിലപാടുകളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ചില നടന്മാരുണ്ട്. അങ്ങനെ ആകെ കുളമായി വികൃതമായി കിടക്കുകയാണ്. അതായത് ഇന്നത്തെ സംസ്കാരം പോയി നിൽക്കുന്നത് കാരവൻ കോൺസെപ്റ്റിലേക്കാണ്. പണ്ട് മണിക്കൂറുകളോളം മുഖത്ത് മേക്കപ്പും ചെയ്ത് ചൂടും, അതായത് ഈ ചൂടായ കാലാവസ്ഥ എല്ലാം നേരിട്ട് കഷ്ടപ്പെട്ട് അവർ ഷൂട്ടിംഗ് സൈറ്റിൽ നിൽക്കുന്ന ഒരു നാളായിരുന്നു. അന്ന് അവിടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ചെയ്യുന്ന പ്രവൃത്തി അവർ നല്ല രീതിയിൽ നിർവഹിക്കുമായിരുന്നു. കറക്റ്റ് ടൈമിന് അവർ ഷൂട്ടിംഗ് സൈറ്റിൽ എത്തുമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അവർ ഇന്നും നമ്മുടെ മനസ്സിൽ ഇന്നും മറയാതെ നമ്മുടെ മനസ്സിലൊക്കെ അവരിന്നും ജീവിക്കുന്നു. അവരിൽ കൂടിയാണ് സിനിമ എന്താണ്, അഭിനയം എന്താണ് എന്തൊക്കെ നമ്മളൊക്കെ പഠിക്കുന്നത്. ഇത് ഇപ്പോഴുള്ളവർ അതൊന്നുമല്ല. കുറച്ച് തൊലിവെടുപ്പോ അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുക, അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ശകലം പഠിച്ചാൽ അവനെ മെഗാസ്റ്റാർ ആക്കാനും എല്ലാം കഴിയുമെന്ന് കുറേ ടെക്നീഷ്യൻ വിചാരിച്ചാൽ അത് സാധിക്കും. പിന്നെ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ച സ്വത്തുക്കളും തോട്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതപ്പം തന്നെ സെയിൽ ചെയ്ത് കണ്ട വിലയ്ക്ക് കൊടുത്ത് അവരുടെ ഒരു ചില മക്കളുകൾ നടനാകണം അല്ലെങ്കിൽ സിനിമ എടുക്കണം എന്നുള്ള പേരിലോട്ട് ആ സ്വത്ത് വിറ്റുള്ള കാശുമായിട്ട് ഫീൽഡിലിറങ്ങി അതിൽ പലതും കഷ്ടിച്ച് രക്ഷപ്പെടും. പലരും അതോടെ അവൻ്റെ ജീവിതം കോഞ്ഞാട്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഏത് ഇൻഡസ്ട്രി എന്നാലും അതിനൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും നമുക്കൊരു നേട്ടം കൊയ്യാൻ പറ്റൂ. അതുകൊണ്ട് സ്നേഹമുള്ള നടന്മാരോട് ഒന്ന് പറയുന്നു, ഇനിയെങ്കിലും ഈ കളിയൊക്കെ ഒന്ന് നിർത്തുക. ഇത് നാറ്റ കേസാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ നടിയായിരുന്നാലും നടനായിരുന്നാലും നിങ്ങളുടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ ഇൻഡസ്ട്രീസിൻ്റെ നാണമാണ്, മലയാളത്തിന് നാണക്കേടാണ്. ഇപ്പോൾ ഈ ഒരു ഇതിനൊരു മാറ്റം വേണമെങ്കിൽ തിരിച്ച് ഒരു എബോട്ടിനെ അടിക്കുന്നതായിരിക്കും. ഈ അമ്മ എന്നുള്ള സംഘടന കളഞ്ഞിട്ട് നേരെ ആ കോടമ്പത്തെങ്ങാനും പോയിരുന്ന് അവിടെ അത് കൊതുക് കടിയും കൊണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ അമ്മ കുറച്ച് കഷ്ടപ്പെട്ട് അവിടെ എങ്ങനെയായാലും ആൾക്കാരെ കടന്നെത്തിക്കുള്ളൂ. അല്ലാതെ ഈ കാരവൻ്റെ അകത്തിരുന്ന് അവിടെ മയക്കുമരുന്നും കഴിച്ച് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെയും വെച്ച് അതിൻ്റെ അകത്തും ഷൂട്ടിങ് പുറത്തും ഷൂട്ടിങ് ചെയ്തപ്പോൾ അതിനൊരു വ്യത്യാസമില്ല. അതായത് ഞാൻ എല്ലാവരെയും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഒരു ചിലർ വളരെ മോശമായ രീതിയിലാണ് ഈ ഫീൽഡിൽ അവർ പ്രവർത്തിക്കുന്നത്. മയക്കുമരുന്നിന് അടിമകളാകുക, DJ പാർട്ടി സംഘടിപ്പിക്കുക, അവിടെ പോകുക, പോലീസുകാർ വരുമ്പോൾ അവിടെ നിന്ന് ഉടുതുണിയില്ലാതെ ഓടി മറയുക. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രീസിനെ തകർക്കാതിരിക്കുക, നല്ല സിനിമകൾ വരട്ടെ. പല എഴുത്തുകാരും പല ഡയറക്ടേഴ്സും ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. കാരണം അവർക്കൊരു പടം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മൂല്യങ്ങൾ, അവർ പടുത്തുയർത്തിയ ആ മൂല്യങ്ങളും മറ്റുമൊക്കെ ഇന്നത്തെ പുതുതലമുറ വെച്ച് അവർക്കൊരു സിനിമ എടുക്കാൻ വയ്യാത്തൊരു സ്റ്റേജുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഫീൽഡിൽ നിന്ന് അകന്നകന്ന് പോകുന്നു. ഇപ്പോൾ ഇവിടെ കാരവൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇപ്പോഴത്തെ ഷൂട്ടിങ്ങും എല്ലാം എഡിറ്റിങ് എല്ലാം കാരമില്ലാക്കി. അവിടെ അതിൻ്റെ അകത്ത് AC ഉണ്ട്, മദ്യം ഉണ്ടാകും, മയക്കുമരുന്നുണ്ട്, ഒക്കെ അവർക്കുണ്ടാകും. അതുകൊണ്ട് മാത്രം അത് തന്നെയാണ് ഇന്ന് ഈ അമ്മയിൽ ഉണ്ടായിരിക്കുന്ന ചേരിപ്പോരും ബഹളവുമെല്ലാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ നടന്മാരോട് പറയുന്നത്, കഴിയുന്നതും നല്ല രീതിയിലുള്ള
സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാൻ നിങ്ങൾ ഒപ്പം ചേരുക, നല്ല അഭിനയം കാഴ്ചവെക്കുക. ആരെങ്കിലും പടമെടുക്കാൻ വരുന്നെങ്കിൽ നിർമ്മിതാവിന് നഷ്ടം വരാത്ത രീതിയിൽ അവരുമായി യോജിച്ച് പ്രവർത്തിക്കുക, ഇൻഡസ്ട്രീനെ തകർക്കാതിരിക്കുക. വലിയ ബിഗ് ബഡ്ജറ്റിനേക്കാളും കുഞ്ഞു ബഡ്ജറ്റ് പടങ്ങൾ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതിനോട് ഈ നടന്മാരും നടിമാരും ഒന്ന് യോജിക്കണം. ഇങ്ങനെ ഇൻഡസ്ട്രിക്ക് ഒരു പുതുജീവൻ നൽകുക. ഇനിയുള്ള കാലമെങ്കിലും ഈ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് ഈ തെറ്റുകൾ എല്ലാവർക്കും പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വെച്ച് ആ വീക്ക്നെസ്സിനെ എക്സ്പോസ് ചെയ്യാതിരിക്കുക. പബ്ലിക്കിൽ വെച്ച് അവരാരെ സപ്പോർട്ട് ചെയ്യുന്നോ അത് ജെന്യൂനാണെന്ന് നോക്കുക. പേഴ്സണൽ കാര്യങ്ങൾ ഒരു അസോസിയേഷനിലോ ഒരു ഇൻഡസ്ട്രിയിലോ എക്സ്പോസ് ചെയ്ത് അവിടെ കലഹം ഉണ്ടാകാതിരിക്കുക. ഏറ്റവും കൂടുതൽ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പല നടന്മാരും അല്ലെങ്കിൽ പലരുമൊക്കെ കാണും. അതുപോലെ തന്നെ ഈ നടന്മാരോടൊപ്പം ചുറ്റിപ്പറ്റി പല സ്ത്രീകളും കാണും. പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം ധാർമ്മികതയും കളയാതെ സൂക്ഷിക്കുക. നാറ്റക്കേസാക്കരുത്. വളരെ മോശമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പഴയ ആൾക്കാർ നേടിത്തന്ന ഒരു ചരിത്രം മലയാള സിനിമയ്ക്കുണ്ട്. അവരെ ഒന്നോർത്താലും അവർക്ക് ഏതാണ്ട് 70-80 വയസ്സ് വരെ 75 വയസ്സ് നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ച് ഇവിടെ നിന്ന് വിട പറഞ്ഞവരാണ്. അവരെയൊക്കെ ഒന്ന് ഓർക്കുക വല്ലപ്പോഴെങ്കിലും. അല്ലാതെ ഈ കാരവൻ സംസ്കാരം നല്ലത് തന്നെ, പക്ഷേ സത്യങ്ങളെ ഒന്ന് നേരെ കാണാൻ ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.